നമസ്കാരം. ഇന്ന് 76ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് മുതൽ ഞാൻ എൻ്റെ പുതിയൊരു സംഭവമാണ് പറയുന്നത്. കാരണം ഞാൻ 32 കൊല്ലമായി സിനിമ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. എനിക്ക് വേറൊരു ഫേസ്ബുക്ക് ചാനലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനത് 25 എപ്പിസോഡോളം ഞാൻ ഈ സിനിമയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന പോലെ പറഞ്ഞാണ്. അപ്പം അത് പുതിയ തലമുറയ്ക്കോ കുട്ടികൾക്കോ ഒക്കെ എൻ്റെ അനുഭവങ്ങൾ ഏതെങ്കിലും രീതിയിൽ അതിലൊരു കാര്യമെങ്കിലും ഗുണം ചെയ്താൽ അത് ഉണ്ടാകട്ടെ എന്നുള്ള കരുതിയാണ് ഞാനത് പറയുന്നത്. പക്ഷേ അത് ആ ഫേസ്ബുക്ക് മോണിറ്റൈസേഷനായി അതിൻ്റെ വരുമാനം വരുമ്പോൾ അത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വേറൊരു ഗ്രൂപ്പായിരുന്നു. അതിൽ നിന്നെല്ലാം ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് പറയുകയാണ്. എനിക്ക് എന്താണ് ഇത് പറയാനുള്ള യോഗ്യത എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാം. ഇതുവരെയുള്ള അത് വലിയവനാന്ന് അറിയിക്കാൻ ഞാൻ വലിയ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ല. എനിക്ക് എന്ത് എക്സ്പീരിയൻസാണ് ഇത് പറയാനുള്ളത് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ 32 കൊല്ലം മുമ്പ് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിച്ചതാണ്. ഒരു സ്വകാര്യ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ DF Tech എന്ന് പറയും. അത് അന്നൊന്നും DF Tech പഠിക്കണമെങ്കിൽ വളരെ പാടായിരുന്നു. അന്ന് ഞാൻ പഠിച്ചതാണ്. ഡിപ്ലോമ ഇൻ ഫിലിം ടെക്നിക് എന്ന് പറയും. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ കോഴ്സ് ഞാൻ പാസ്സായതാണ്. പിന്നെ രണ്ടാമതായി ഞാൻ അതിന് ശേഷം സ്വന്തമായി ചുമ്മാ VHS ക്യാമറയാണ് അതിലൊക്കെ വർക്ക് ചെയ്ത് വന്നതാണ്. പിന്നെ അതിന് ആദ്യമായി ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത് ബാലു കുര്യൻ സാറിൻ്റെ കൂടെയാണ്. ബാലു കുര്യൻ സാറിൻ്റെ ഒരു വർക്കിൽ ഞാൻ അസിസ്റ്റൻ്റായിട്ട് കയറി. അതിനുശേഷം ഞാൻ അമ്പിളി എസ് രംഗൻ, ഷാജി നൂർനാട് എന്നുള്ളവരുടെയൊക്കെ കൂടെ സ്ത്രീ സീരിയൽ ഒക്കെ അസോസിയേറ്റും അസിസ്റ്റൻറ്റും ഒക്കെ ആയിട്ട് ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറായിട്ട് എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ഡബ്ബിങ് സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്ത് നമ്മുടെ തരും. അത് നമ്മൾ എഡിറ്റ് ചെയ്ത് ഡബ് ചെയ്ത് മ്യൂസിക് ചെയ്യിച്ച് എഫക്റ്റ് ചെയ്യിച്ച് നമ്മൾ മാസ്റ്ററാക്കി ചാനലിൽ കൊടുക്കുന്ന ജോലിയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർ. ഷൂട്ടിങ് ഡയറക്ടറുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറുടെ ബാക്കിയുള്ള സ്റ്റുഡിയോ വർക്കുകളെല്ലാം ചെയ്യിക്കുന്നത്. ആ ജോലിയിൽ ഞാൻ ബാലഗിരി സാറിൻ്റെ കൂടെ ഞാൻ തുളസിദാസ് സാറിൻ്റെ കൂടെയാണ് ഞാൻ പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറായിട്ട് കയറുന്നത്. അതിനുശേഷം ഞാൻ ശശിശങ്കർ സാറ്, അതായത് കുഞ്ഞുകൂനും പേരഴകനും ഒക്കെ ഡയറക്റ്റ് ചെയ്ത ശശിശങ്കർ സാറിൻ്റെ കൂടെ കുറച്ച് വർക്കുകൾ ഞാൻ ചെയ്തു. അത് ഫസ്റ്റ് അസിസ്റ്റൻ്റായിട്ടാണ്. അങ്ങനെ സിനിമയെക്കുറിച്ച് പഠിച്ചു. അതിനുശേഷം ഞാൻ ചെമ്പരത്തി സീരിയലിൻ്റെ 725ഓളം എപ്പിസോഡിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറായിരുന്നു. അത് ഡോക്ടർ S ജനാർദ്ദനൻ സാറിൻ്റെ കൂടെയായിരുന്നു ഞാൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർ എന്ന് പറഞ്ഞല്ലോ. അത് അദ്ദേഹം സഹസ്രം എന്ന സിനിമ സുരേഷ് ഗോപിയെ വെച്ചും മോഹൻലാലിനെ വെച്ച് മഹാസമുദ്രം എന്ന വർക്കുകളൊക്കെ ചെയ്ത ആളാണ്. അതിനുശേഷം ഇപ്പോൾ ഞാൻ നിലവിൽ ഒരു 2.5 കൊല്ലത്തിനകം ഞാൻ 21 ഷോർട്ട് ഫിലിമുകൾ ഞാൻ ഡയറക്റ്റ് ചെയ്തു. അത് അതിനകത്തൊരു 12 മറ്റ് ചാനലുകൾക്ക് വേണ്ടി, ബാക്കിയെല്ലാം എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ ഉണ്ട്. പിന്നെ ഒരു 4 ഡോക്യുമെൻ്ററികൾ ചെയ്തു. ഇപ്പോൾ ഞാൻ നിലവിൽ ഈ ലൊക്കേഷൻ ഹണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് 76 പറഞ്ഞില്ല, 75 എപ്പിസോഡ് ഞാനിങ്ങനെ സിനിമയെക്കുറിച്ചും ലൊക്കേഷനെക്കുറിച്ചുമുള്ള ഓരോരോ എനിക്കറിയാവുന്ന പരിമിതമായ സംഭവങ്ങൾ ചെയ്തു. ഇത് തന്നെ ഞാൻ ഓരോ ലൊക്കേഷൻ പോയി ഷൂട്ട് ചെയ്താണ് അങ്ങനെ ചെയ്യുന്നതിനെ ചെറുതായിട്ടൊക്കെ സഹായിക്കാനുള്ളത്. അതുകൊണ്ട് ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത എപ്പിസോഡ് മുതൽ ഞാൻ എൻ്റെ സിനിമയുടെ അനുഭവങ്ങൾ ആദ്യം ഓരോന്നത് സംവിധാനം എന്താണ്, ആർട്ട് എന്താണ്, മേക്കപ്പ് എന്താണ്, യൂണിറ്റ് എന്താണ്, പ്രൊഡക്ഷൻ എന്താണ്, അങ്ങനെ ഓരോന്ന് ഞാൻ വിവരിക്കുക ഓരോ എപ്പിസോഡ്. ഇത് ഞാൻ വലിയ ആളെന്ന് പറയാനല്ല, എനിക്കെന്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ചോദിക്കും. വലിയ വർക്കുകളൊന്നും ചെയ്താലുള്ള, പക്ഷേ വലിയ വർക്കുകളിലൊക്കെ ഒരുപാട് ഭാഗമാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് ആ സംഭവം ചെയ്തു തുടങ്ങാം.